പിന്നെ നാട്ടിലെ എവിടെയാ സ്ഥലം? എൻ്റെ വീട് അമ്പലപ്പുഴ. അമ്പലപ്പുഴ. കുറേ വർഷം പോവാറുണ്ടോ കൊല്ലത്തിൽ? വർഷത്തിൽ 2-3 പ്രാവശ്യം പോകും. 2-3 പ്രാവശ്യം പോകും. ഇയാൾ വെക്കേഷനിൽ വന്ന ഇയാളൊക്കെ വിളിച്ചിട്ട് പോകാറുണ്ടോ? ഉണ്ട്. സോ ഡു യു മിസ് ഇന്ത്യ ആൻഡ് ഡു യു മിസ് കേരള? ഐ മിസ് കേരള. എനിക്ക് അച്ഛൻ്റെ നാട് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ആൻറ്റി ഇപ്പോൾ ഇത്രയും കാലങ്ങളായിട്ട് ഒരു നമ്മുടെ അമ്പലപ്പുഴയിൽ നിന്ന് വന്നിട്ട് ഒരു അമ്പലപ്പുഴ എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രാമത്തിന്റെ സെറ്റപ്പാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ നഗരം എന്ന് പറയുന്നത് വളരെ വലിയ നഗരമാണ്. ഇവിടെയൊക്കെ എന്താ പറയാ പെട്ടെന്ന് അക്കസ്റ്റം ആവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടോ? ഭാഷ അറിയാതെ ഞങ്ങള് ഡൽഹിയിലായിരുന്നു കല്യാണം കഴിഞ്ഞത്. ഡൽഹിയിലായിരുന്നു. ഭാഷ അറിയാതെ കുറച്ച് വിഷമമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് മലയാളി സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ അത്രയും പാടറിഞ്ഞില്ല. ഇപ്പൊ കന്നഡയൊക്കെ പഠിച്ചു. How do you compare India with America? The education? Education or anywhere else? Living style ഒത്തിരി ഡിഫറെൻ്റ് ആണ്. അവിടെ ഒത്തിരി ഇൻഡിപെൻഡൻ്റ് ആണ്. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഇവിടെയാണെങ്കിൽ പാമ്പർ ചെയ്യാനും പറ്റിയാലും അമ്മ പപ്പ എല്ലാവരും അടുത്തുണ്ടാവുമല്ലോ. അവിടെ പോയത് ലൈക്ക് റെസ്പോൺസിബിൾ ആയിട്ട് നമ്മളെല്ലാം ചെയ്യും. See, that is where a real businessman grows, you know. Anyways, all the best for your future endeavors. എന്തായിരുന്നാലും എത്ര നേരം എന്നെ കൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കരുത് എന്ന് പറഞ്ഞ് വളരെ നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞ ആൻറ്റിക്ക് വളരെ നന്ദി. താങ്ക് യു. ഇവിടെ നമ്മൾ ഇത്രയും നേരം ബിസിനസ് കാര്യങ്ങളും ഇതൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് യു നോ വേർ എവർ യു ഗോ യു ക്യാൻ ഫൈൻഡ് മലയാളീസ്. ഈവൻ ഇഫ് യു ഗോ ടു സ്കൈ ഓർ ടു മൂൺ, വേർ എവർ യു ഗോ there you can find a Malayali. So likewise in Bangalore, even here there will be lots of Malayalis. ഇവിടെ എത്ര അസോസിയേഷൻസ് ഉണ്ട്? I think maybe more than 25. More than 25? Yeah. So ഈ Malayali associations like you know, most of the people they used to always get into associations only for the designations or for the positions. So what is your concept about these associations outside Kerala? Association has to be used. See, we are enjoying, maybe due to our hard work or whatever is there, we are enjoying certain things which majority cannot enjoy. So we have a responsibility, means pay back to the society. See, I mean, you have fortune. That fortune has to be shared. Shared means business always has to do in a business way. At the same time, social activities, your responsibility towards society has to be fulfilled. So if I go to the associations, I mean, that also, other than that, I will come across different type of people. The people behave in different circumstances in a different way. So these are all again experience adding to. പിന്നെ ഇത്രയും ഒരു എന്താ പറയുക ഒരു നല്ല ഒരു വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് ബിസിനസ് തുടങ്ങിയ നിങ്ങൾ തീർച്ചയായിട്ടും വർക്ക് എന്ന ബിസിനസ് എന്ന് പറയുന്നത് ടോട്ടലി എ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ. ഇറ്റ്സ് നോട്ട് ആസ് ലൈക്ക് യു ആർ വർക്കിംഗ്. യു ഹാവ് ലോട്ട്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഓൺ യുവർ ഷോൾഡേഴ്സ് വെൻ യു സ്റ്റാർട്ട് എ ബിസിനസ്. അപ്പം നിങ്ങളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര കൊല്ലങ്ങൾ പരിചയമായി. നമ്മൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രേക്ഷകർക്ക് ചിലപ്പോൾ തോന്നാം ആസ് ലൈക്ക് യു പീപ്പിൾ ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരെ ഇപ്പോൾ എനിക്ക് ഓക്കെ പിള്ളേർ സാർമാരി നമുക്കും ബിസിനസ് തുടങ്ങിയ എന്താ എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ അവർ ആദ്യം ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്താണ് അവർ തിങ്ക് ചെയ്യുന്നത്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വാട്ട് ഷുഡ് ദേ പെർസ്യൂ വൈൽ സ്റ്റാർട്ടിങ് എ ബിസിനസ്? ഒരു അഡ്വൈസായി പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ ഫോർ ദ ഓഡിയൻസ്. No substitute for hard work. No substitute for hard work. Never take shortcuts. See, law has to take its own course. It can be stretched, but you cannot break the law. The day you break the law, over. Never think by hiring the people your problem will get solved. By hiring the smart people, you have to become smarter. Then only you can control a smart person. So, and your caliber has to work in all fields. Maybe you may not be an engineer, maybe you may not be a finance wizard or something, but the common sense, that is sufficient to solve majority of the problem in any industry. Simple. Never try to take shortcuts for shorter gains. Always look forward for a longer thing. And always remember your fellow people, and always remember your surroundings. Be friendly with everybody, and whenever you get an opportunity to help somebody, you do it, but never compromise in business. Business is always business. When you have surplus, when you have fortunes, share with somebody. So don't show luxury with own money, not with others' money. So anybody can become.
Fantastic. I think this is the best advice our audience can get. Anyways, ഇത്രയും നേരം ഇത്ര തിരക്കുള്ള ഞങ്ങൾ വന്ന തൊട്ട് ഇദ്ദേഹം ഫോണിലായിരുന്നു. ഞങ്ങൾ വിചാരിക്കുമായിരുന്നു ഒന്ന് ഇൻ്റർവ്യൂ കിട്ടുമോ ഇല്ലെന്ന്, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു, വളരെ നല്ല അഡ്വൈസ് ആയിരുന്നു. തീർച്ചയായിട്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഫോളോ ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. എന്തായിരുന്നാലും ഇത്രയും നേരം സമയം തന്നത്, ബിക്കോസ് ടൈം ഇസ് വാല്യുബിൾ തിങ് പേഴ്സൺ ക്യാൻ എവർ സ്പെൻഡ്. സോ അത് ഞങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തതിന് വളരെ നന്ദി. നമസ്കാരം. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ശരിയും തെറ്റും ടോളറേറ്റ് ചെയ്തു. അപ്പം ആ ആൾക്കാർക്ക് എൻ്റെ പേരിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലും ഓൺ ബിഹാഫ് ഓഫ് മൈ ഹോൾ സ്റ്റാഫ് ഓഫ് പീനിയൻ ഹിയർ പ്രൈവറ്റ് ലിമിറ്റഡ്, യെസ്, താങ്ക് യു വെരി മച്ച്. എന്തായിരുന്നാലും നമ്മൾ ഇന്ന് ഒരു ഗ്യാസിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഈ ഇന്റർവ്യൂവിൽ കണ്ടത്. സോ ഞാൻ ഈ എപ്പിസോഡിൽ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യനും ഒരു ഗ്യാസിനെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, വിച്ച് ഗ്യാസ് ഇസ് കോൾഡ് എസ് ദ ലാഫിംഗ് ഗ്യാസ്? ദിസ് ഇസ് വെരി ഈസി ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, ഏത് ഗ്യാസാണ് ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം വിളിച്ച് അറിയിക്കേണ്ട നമ്പർ 0484231778 or 83. I repeat the number 0484231778 or 83. I'll meet you all in the next episode. Until then, it's me, Smita, signing off. Bye-bye.